സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. തുക അനുവദിക്കാത്തതിനാൽ 8ഓളം പദ്ധതികളുടെ നടത്തിപ്പാണ് അവതാളത്തിലായത്. ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, എന്തൊക്കെ രേഖകളാണ് ലഭിച്ചത്? നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ കൃത്യമായി വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് പുറമെ മറ്റ് 8ഓളം പദ്ധതികൾ ഇതെല്ലാം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 1128 കോടി 69,16,000 രൂപ നൽകാനുണ്ട്. കാരുണ്യ ബെനവലന്റ് പദ്ധതിക്ക് 189 കോടിയോളം രൂപ നൽകാനുണ്ട്. RBSK പദ്ധതിക്ക് 5,95,67,784 രൂപ നൽകാനുണ്ട്. SK പദ്ധതിക്ക് ആരോഗ്യ കിരണ പദ്ധതിക്ക് 13 കോടിയാണ് നൽകാനുള്ളത്. ഹൃദ്യം പദ്ധതിക്ക് 1 കോടിയിലധികം രൂപ നൽകാനുണ്ട്. ആവാസ് പദ്ധതിക്ക് 7 ലക്ഷത്തിലധികം രൂപയാണ്. അമ്മയും കുഞ്ഞും പദ്ധതിക്ക് 7 കോടിയിലധികം രൂപയാണ്. സുഹൃതം പദ്ധതിക്കും അതേ രീതിയിൽ തന്നെ 7 കോടി 72 ലക്ഷത്തോളം രൂപയാണ്. വലിയ ഭീമമായ തുകയാണ് ഈ ആശുപത്രികൾക്ക് നൽകാനുള്ളത് ഈ കുടിശ്ശിക ഇനത്തിൽ. അത് എന്ന് നൽകും എന്നുള്ള കാര്യം പോലും ആരോഗ്യവകുപ്പിന് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ്. ഇതിൽ കേന്ദ്ര വിഹിതം കൃത്യമായി നൽകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരാണ് ഇത്രത്തോളം വലിയൊരു കുടിശ്ശിക സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതികളിൽ നിന്നും പിൻവലിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഇതിന്റെ ആനുകൂല്യം ഒന്നും തന്നെ നിലവിൽ രോഗികൾക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല, നിയമസഭയിൽ ഈ മറുപടി കൃത്യമായി ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. ഈ തുക എന്ന് നൽകാൻ കഴിയുമെന്ന് അറിയത്തില്ല. മാത്രമല്ല, രോഗികളൊക്കെ തന്നെ അവർക്ക് ചികിത്സ ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചോദ്യത്തിനും ഈ ചികിത്സ മുടങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഈ കാരുണ്യ പദ്ധതിക്ക് ഉൾപ്പെടെ കൃത്യമായി കേന്ദ്രം 151 കോടിയാണ് കേന്ദ്രവിഹിതം. ആ കേന്ദ്രവിഹിതം കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളത് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം 2 ദിവസത്തിന് ശേഷം മന്ത്രി മലക്കം മറിഞ്ഞുകൊണ്ട് നേരെ വിപരീതമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കേന്ദ്രം 1 രൂപ പോലും നൽകിയിട്ടില്ല. 60% കേന്ദ്ര വീതം, 40% സംസ്ഥാന വീതം. ഇതിൽ കേന്ദ്രത്തിന്റെ വീതം ലഭിക്കാത്തത് കൊണ്ടാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പൂർണ്ണമായും നിലച്ചിരിക്കുന്നത് എന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഔദ്യോഗിക രേഖയിൽ, അതായത് നിയമസഭയിലെ ഔദ്യോഗിക മറുപടിയിൽ കേന്ദ്രം എല്ലാ തുകയും നൽകുന്നുണ്ട്. 1 രൂപ പോലും കുടിശ്ശികയില്ല. സംസ്ഥാന സർക്കാരാണ് ഇത്രത്തോളം കോടി രൂപ നൽകാനുള്ളത്. അത് എന്ന് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നതുൾപ്പെടെയുള്ള മറുപടികൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ആരോഗ്യ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. പ്ലാൻ ഫണ്ടുകൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നില്ല. അതും കേന്ദ്രം അനുവദിക്കുന്ന തുക വകമാറ്റി ചിലവഴിക്കുന്ന സാഹചര്യം പോലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റും കെടുകാര്യസ്ഥതയും ഒക്കെ തന്നെ ധൂർത്തും ഒക്കെ തന്നെയാണ് ഇത്രത്തോളം ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ ഈ ഒരു സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്രത്തിനെ പഴിചാരി എപ്പോഴും ആ രീതിയിലുള്ളൊരു ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. പുറത്ത് ഈ ഒരു ന്യായീകരണം പറയുന്നെങ്കിലും ഔദ്യോഗിക രേഖകളിൽ ഭീമമായിട്ടുള്ള തുക ആശുപത്രികൾക്ക് പദ്ധതി ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്, കേന്ദ്രം കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഈ വാർത്തയിൽ ജൻ ടിവി പുറത്തുവിട്ടിരിക്കുന്നത്. നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഔദ്യോഗികമായി നൽകിയ മറുപടിയാണ്. നന്ദി രശ്മി. സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. തുക അനുവദിക്കാത്തതിനാൽ 8ഓളം പദ്ധതികളുടെ നടത്തിപ്പാണ് അവതാളത്തിലായത്. ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന രേഖകളാണ് ജനം ടിവിക്ക് ലഭിച്ചത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.